പുലിപ്പല്ല് കേസിൽ വേടന് തിരിച്ചടിയായി നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം. വേടനിൽ നിന്ന് പിടികൂടിയത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന കൊൽക്കത്ത ലാബ് റിപ്പോർട്ട് വനം വകുപ്പിന്. കേസിൽ ഉടൻ വനം വകുപ്പ് കുറ്റപത്രം നൽകും. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വേടനിൽ നിന്ന് പിടികൂടിയത് അത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണ് എന്നതാണ് സ്ഥിരീകരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം ബോധ്യമായിട്ടുള്ളത്. ആ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വനം വകുപ്പ് ശേഖരിക്കുകയും ചെയ്തു. ആനിമൽ പാർട്ടിക്കിൾ എന്ന കാര്യമാണ് അതിൽ ഉള്ളത് എന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വനം വകുപ്പിന് തുടർ നടപടികളിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇനി ചാർജ് ഷീറ്റ് നൽകുന്ന, കുറ്റപത്രം നൽകുന്ന നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പിന് പോകാൻ കഴിയും. അതിനുള്ള നടപടികളും വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അതായത് പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, ഈ വേടന്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നത്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നതിനായി റെയ്ഡ് നടത്തുന്നു, സെർച്ച് നടത്തുന്നു. അപ്പോൾ കഞ്ചാവ് പിടികൂടി. അതോടൊപ്പം വേടനടക്കം 9 പേരെ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ജാമ്യം ലഭിക്കുന്ന നിലയും ഉണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ പോലീസിന് ഒരു കാര്യം ബോധ്യമായിരുന്നു. വേടന്റെ കഴുത്തിലിട്ടിരുന്ന മാലയിൽ കോർത്തിരുന്നത് പുലിപ്പല്ലാണ് എന്ന സംശയം പോലീസിനുണ്ടായി. അക്കാര്യം വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വനം വകുപ്പ് ഈ ഒരു വിഷയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ പരിശോധന നടത്തി വനം വകുപ്പിന് കാര്യങ്ങൾ പ്രാഥമികമായി ബോധ്യമായി, ഇത് പുലിപ്പല്ല് തന്നെയാണെന്ന്. അങ്ങനെ വനം വകുപ്പ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത് അനധികൃതമായി കൈവശം വെച്ചതിനടക്കം കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത് വേടനെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയി. പിന്നീട് വേടന് ആ കേസിലേക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥയും ഉണ്ടായി. ഈ ഘട്ടത്തിൽ വേടന്റെ മൊഴി ആദ്യഘട്ടത്തിൽ വനംവകുപ്പിനെ കുഴക്കിയിരുന്നു. അതായത് ഇത് എവിടെ നിന്ന് കിട്ടി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമായും വനംവകുപ്പ് വേടനോട് ചോദിച്ചത്. ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള മൊഴികൾ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഏറ്റവും ഒടുവിൽ വേടൻ പറഞ്ഞത് തനിക്ക് ശ്രീലങ്കൻ വംശജനായിട്ടുള്ള ഒരു ആരാധകൻ സമ്മാനമായി നൽകിയതാണ്. ഇത് യഥാർത്ഥമാണോ ഇല്ലയോ എന്നൊന്നും തനിക്ക് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മൊഴിയായി വനംവകുപ്പിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആ മൊഴി സംബന്ധിച്ച് പരിശോധന നടത്തി, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. പക്ഷേ അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ രഞ്ജിത്ത് എന്നയാളെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ തന്നെ നടത്തുകയുണ്ടായി. ഈ ശ്രീലങ്കൻ വംശജൻ, അതായത് സമൂഹ മാധ്യമം വഴിയാണ് രഞ്ജിത്തുമായി ഈ വേടൻ ആശയവിനിമയം നടത്തിയിട്ടുള്ളതെന്ന കാര്യവും പിന്നീട് ബോധ്യമായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് എവിടെയെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി. പിന്നീട് ഇയാൾ UK-ലേക്കോ ഫ്രാൻസിലേക്കോ ഒക്കെ പോയി എന്ന സംബന്ധിച്ചുള്ള ചില ഇൻഫർമേഷനും വനംവകുപ്പിന് മുന്നിലേക്ക് വന്നിരിക്കുന്നു. എന്നാലും അത് സംബന്ധിച്ചുള്ള ഒരു മൊഴി രേഖപ്പെടുത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് സമ്മാനിച്ച ആളെ കുറിച്ചോ അല്ലെങ്കിൽ സമ്മാനിച്ചത് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വനംവകുപ്പിന് മുന്നിലേക്ക് വന്നിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമാകുന്നത്. മാത്രമല്ല, ഈ കേസ് അന്ന് രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ വനംവകുപ്പ് ഏറെ വിവാദത്തിലായിരുന്നു. അന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം കിട്ടുന്ന ഘട്ടത്തിൽ മറ്റൊരു കേസിലേക്ക് വേടനെ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ വേടനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ട് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായി. അന്ന് വനംവകുപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്വേഷിക്കാനൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കാര്യങ്ങൾ അന്ന് മുന്നോട്ട് പോവുകയും ഒക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം വനംവകുപ്പിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ തെളിവുകൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ശേഖരിക്കുക. അതിനുശേഷം ചാർജ് ഷീറ്റ് നൽകുന്ന ഒരു ക്രമത്തിലേക്കായിരിക്കും പോവുക. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും.
എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.